ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു കാരമൽ പുഡിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിരിക്കണം. അങ്ങനെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു 2 മുട്ട ഇതിലേക്ക് ആവശ്യമുണ്ട്. 2 മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ പാൽ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മുട്ടയും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനു വേണ്ടി കാരമൽ തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര. ഇത് നമുക്ക് വേണമെങ്കിൽ മധുരം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര ഉരുക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്. ഈ കാരമലാണ് ഈ പുഡിങ്ങിന് ടേസ്റ്റ് നൽകുന്നത്. എല്ലായിടത്തും ഒന്ന് ഇളക്കി ചെന്നാൽ എല്ലാ പഞ്ചസാരയും നമുക്ക് ഒരേപോലെ അലിഞ്ഞ് കിട്ടും. പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അത് പെട്ടെന്ന് തിളച്ച് തൂകും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. കുറേശ്ശെ പാലേ ഒഴിച്ച് കൊടുക്കാവൂ. ഇത് തിളച്ച് തൂവും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഒരു ഇളം ചൂടോടുകൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്കിത് ഒഴിച്ചു കൊടുക്കണം. കാരമലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലേക്കിത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂട് വേണം, തീരെ തണുത്ത് പോകരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഈ എസൻസും എല്ലാം ഒന്ന് ചെല്ലാൻ തക്കവണ്ണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിന് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുത്ത് അതിലേക്ക് ഈ കൂട്ട് അരിച്ചൊഴിച്ച് കൊടുക്കണം. കാരണം പാലിൻ്റെയൊക്കെ പാടയൊക്കെ കാണാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളിതൊന്ന് ഒരരിപ്പയിലേക്കൂടെ അരിച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് ഇതൊന്ന് അടച്ച് ഫോയിൽ പേപ്പർ വെച്ചോ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചോ കനം കുറഞ്ഞൊരു പ്ലേറ്റ് വെച്ചോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ച് മൂടിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ആവി വെള്ളം വീഴാതിരിക്കാനാണ് നമ്മളിങ്ങനെ അടച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മളൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലിറക്കി വെച്ച് വേണം ഇത് വേവിക്കാൻ. ഞാനിവിടെ പാൻ വെച്ച് 2 റിങ് വെച്ചിട്ടുണ്ട്. അതിന് പുറത്ത് ഇത് വെച്ച് ഒരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ പുഡിങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ് തരും. അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇത് തണുത്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ്. ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി.
ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസുകളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പുഡിങ് അടിപൊളി പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. മധുരം ഇഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരും കഴിച്ചു പോകും. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണും വരെ